എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ഹിമാചൽ രാജസ്ഥാൻ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഗോൾഡൻ സിറ്റിയായ ജയ്സാൽമീറിലാണ്. ഇന്നലെ നമ്മളിവിടെ ജയ്സാൽമീറിലുള്ള സെൻറ്റ് പോൾസ് ചർച്ചിലാണ് നമ്മളിപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അപ്പം രാത്രി അമ്മച്ചയൊക്കെ പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. രാവിലെ എണീറ്റ് ഫ്രഷായി വണ്ടിയൊക്കെ സെറ്റാക്കി. അതെ, ഇന്നലെ കുറച്ച് സംഭവങ്ങളെല്ലാം മറ്റേ കമ്പിളിയൊക്കെ നമ്മുടെ സീറ്റിൽ പെട്ടെന്ന് എടുത്തിട്ടായിരുന്നു. അതെല്ലാം ഒന്ന് മടക്കി അടുക്കി പെറുക്കി ഒതുക്കി വെച്ച് വണ്ടി നിറച്ച സാധനങ്ങളാണ്. ഡിക്കിയിൽ കുറച്ച് കമ്പിളി ഇരിപ്പുണ്ട്, സോക്സ് ഒക്കെ ഞങ്ങൾ ഇന്നലെ കഴുകിയിട്ട് രാത്രി. പിന്നെ സ്റ്റൗവും വെള്ളവും ജാറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, രണ്ടുമൂന്ന് കുറച്ച് പാത്രങ്ങളും. അതെ, പിന്നെ ബാക്കി ഡ്രസ്സിന്റെ ബാഗൊന്നും അധികമൊന്നും ഇല്ല, 2-3 ബാഗേ ഉള്ളു. അതെന്ന് വെച്ചാൽ ബാഗ് ചെറുതാണ്, അപ്പൊ ഡ്രസ്സ് കുറച്ചേ ഉള്ളൂ, പക്ഷെ വലുതായിട്ട് തോന്നും, അതാണ് പ്രശ്നം. ഞങ്ങള് രണ്ടുപേരും ഉള്ളതുകൊണ്ട് നടുക്ക് ഇതേ ബാഗുകൾ കുറച്ച് ഞങ്ങൾ നടുക്ക് വെച്ചു. പിന്നെ ഒരു പില്ലോ, പിന്നെ ഞങ്ങളുടെ സ്വെറ്റർ ഐറ്റംസേ ഉള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് തണുപ്പാണേ, അപ്പൊ എടുത്ത് പറിക്കാൻ എളുപ്പത്തിന് പുറകിൽ വെച്ചു. അപ്പം ഞങ്ങൾ സിസ്റ്റേഴ്സ് മാത്രമുള്ള രാജസ്ഥാൻ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ചാച്ച വണ്ടി എടുക്കും, ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. അച്ഛൻ രാവിലെ വെളിയിലുണ്ട്, അച്ഛനോട് കണ്ടു. ഇതാണ് നമ്മുടെ പള്ളിയിൽ അച്ഛൻ. അതെ, പോയിട്ട് വരാം. ബൈ. ശരി, ബൈ. പോവാ. ഇതെന്താ രാവിലെ വഴിയിലൊരു കൂട്ടം? എനിക്കൊന്ന് ജോലിക്കൊക്കെ പോകുന്നവരാന്ന് തോന്നുന്നു. ജോലിക്ക് വന്നവരാ. ജോധ്പൂർ നേരെ 286 കിലോമീറ്റർ. ഇന്നലെ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ബാർമർ റൂട്ടിൽ അമ്മയൊക്കെ പോയത്. നേരെ ജോധ്പൂർ. രാവിലെ നല്ല വെയിലാ, നല്ല ചൂടുള്ള വെയില്, ഇളം വെയിൽ. അതുകൊണ്ട് എന്താ കുറച്ച് തണുപ്പിന് ഇത്തിരി കുറവുണ്ട്. ഓ സത്യം, തണുത്ത് നിന്നാ പക്ഷെ തണുപ്പാതാനും. അങ്ങനെ തണുത്ത് നിന്നാ തണുപ്പാ. ജയ്സാൽമീർ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ അല്ലേ? അതെ അതെ അതെ, നല്ല രസമുണ്ടല്ലേ ബിൽഡിങ്. ഇവിടെ എല്ലാം നല്ല ഭംഗിയാ. ആ വണ്ടി നോക്കിയ നിറച്ചാള്. ഇന്ന് തിങ്കളാഴ്ച രാവിലെ, അപ്പം എല്ലാരും ജോലിക്ക് പോകുന്ന സമയം. അതെ, താനോട്ട് ലെഫ്റ്റ്, ജോധ്പൂർ നേരെ. താനോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലേ ബോർഡറില്, പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറില്. അപ്പൊ അവിടെ ബോർഡർ ടു സിനിമയുടെ ലോഞ്ച് ആയിരുന്നു. അതാ നമ്മൾ അവിടെ ഇരുന്നപ്പോ കൊറേ പാട്ടും ഡാൻസിനൊക്കെ ബഹളം കേട്ടത്. നമുക്കത് മനസ്സിലായില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് ചേട്ടനെ കണ്ടപ്പോ ചേട്ടൻ പറഞ്ഞു ഷൂട്ടിങ്ങിന്റെ പരിപാടിയൊക്കെയാന്ന്. അവിടെ അതിന്റെ ഇതായിരുന്നു, വരണ്ടവനൊക്കെ കാണായിരുന്നു പോയായിരുന്നെങ്കിൽ. അതെ അതെ. അപ്പൊ നമ്മള് വന്ന് NH11 നാഷണൽ ഹൈവേ 11 കയറി, ജയ്സാൽമീർ ജോധ്പൂർ ഹൈവേ. കാരവനില് എനിക്ക് കുറച്ച് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ബാധ്യത? കണക്ക് എഴുതണ്ടേ. ഇത്രയും ദിവസം, 27ാമത്തെ ദിവസം, 26ാമത്തെ ദിവസം വരെ. അതെ, ചെലവെല്ലാം എഴുതി ക്ലോസ് ചെയ്ത് അമ്മയുടെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വണ്ടിയിലെയും ബാധ്യത എനിക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോ ബുക്ക് എടുത്ത് എഴുതിയൊക്കെ വെച്ചതേ ഉള്ളൂ എല്ലാം. സ്റ്റാർട്ടിംഗ് കിലോമീറ്റർ ഒക്കെ എഴുതി. ഇനിയിപ്പോ പോകുന്ന വഴിക്കുള്ള ചെലവുകളെല്ലാം നോക്കി എഴുതണം. അപ്പം രാവിലെ ചെറുതായിട്ട് ഡേറ്റ്സും സാധനങ്ങളൊക്കെ കഴിച്ചതേ ഉള്ളൂ. അതെ, കഴിച്ചു. ഇനിയിപ്പോ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും കടയിൽ കയറി കഴിക്കാന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സാധനങ്ങൾ അരി ഇരിപ്പുണ്ട്, വേറെ ഒന്നുമില്ല, പച്ചക്കറി ഒന്നുമില്ല. പിന്നെ കാണുവാണെങ്കിൽ വേണം മേടിക്കാം, പിന്നെ ഇല്ലെങ്കിൽ ജോധ്പൂർ ചെന്നിട്ട് ആദ്യ ദിവസം നമ്മള് ജോധ്പൂർ ചെല്ലും. അപ്പൊ നമുക്ക് അവിടെ പോയി നിന്നിട്ട് വേണം ഷോപ്പിങ്ങിനൊക്കെ പോയി പച്ചക്കറിയും സാധനങ്ങളും വേണ്ട എല്ലാ സാധനങ്ങളും ഇനി മേടിച്ചു വെക്കണം. അപ്പൊ എല്ലാം മേടിച്ചു വെക്കാം. പിന്നെ അധികം ഒന്നും വേണ്ട, നമ്മൾ രണ്ടുപേരും. അതെ, രണ്ടുപേരും ഉള്ളതുകൊണ്ട് കുറച്ച് വെച്ച് എല്ലാം മേടിച്ചാൽ മതി. നല്ല ഫ്രിഡ്ജൊന്നും ഇല്ലേ, കുറെ ദിവസം ഒന്നും ഇരിക്കുകയല്ല, ഇരിക്കുന്ന കുറച്ച് സാധനം മേടിച്ചിട്ട് വെക്കുക. നല്ല വഴി ആയതുകൊണ്ടേ അത്യാവശ്യം പെട്ടെന്ന് ഓടിയെത്തും. പെട്ടെന്ന് കിലോമീറ്ററുകൾ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. അതെ, നിരപ്പ് വഴിയല്ലേ? അതെ. നമുക്ക് ഇതുപോലെ രാജസ്ഥാനി ഡ്രസ്സിലൊരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് നടന്നില്ല. അതിങ്ങനെ ആലോചിച്ചായിരുന്നു. അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോ ഉണ്ട് എന്തായാലും, ജോധ്പൂരും ജയ്പൂരും ഒക്കെ ചെല്ലുമ്പോ എല്ലായിടത്തും ഉണ്ട്. അതെ, എവിടുന്നേലും നോക്കാം, ഇടയില് കിട്ടും. അതെ, രാവിലെ അമ്മ അച്ഛയൊക്കെ വിളിച്ചായിരുന്നു. എല്ലാവർക്കും അത്ഭുതമാണ് നമ്മൾ രാവിലെ എണീറ്റ് പോന്നു എന്നുള്ളത്. കുഞ്ഞിക്കിൽ അവിടെ ഉണ്ട്, ഇവർ എണീറ്റ് പോന്നോ എന്നും പറഞ്ഞോണ്ടായിരുന്നു. അത് എല്ലാരും വിചാരിച്ചു ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്നു. ഞങ്ങള് നോർമലി രാത്രി മൊത്തം ഉറക്കളിച്ചിട്ട് രാവിലെ കിടന്നുറങ്ങുക, അതാണ് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ്. എപ്പോഴും ഇല്ല, ചില ദിവസം സമയമുള്ളപ്പോ മാത്രം. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ രാവിലെ എണീറ്റ് പോകും. അതെ, അത് പക്ഷെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ വന്ന് വിളിക്കണം, തന്നെ എണീക്കല, അങ്ങനത്തെ ഇതൊക്കെ. ഇന്നിപ്പം തന്നെ എണീറ്റ് റെഡിയായി
ഇറങ്ങി. 1 മണിക്കൂറിൽ ഞങ്ങള് അരമുക്കാൽ മണിക്കൂറിൽ ഫുൾ എണീറ്റ് റെഡിയായി. സാധനം എല്ലാം രാവിലെ ഇവിടെ സാധനങ്ങളെല്ലാം കുറച്ച് അടുക്കി വെക്കാനും മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒതുക്കി വെച്ച് ഇറങ്ങി. ഞങ്ങള് ഇടയ്ക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. മാതളനാരങ്ങ ഇരിപ്പുണ്ട്. അതെ, ഇപ്പൊ എടുത്തിട്ട് സ്നാക്സ്. ഈ സീറ്റിന്റെ അടിയിലും കണ്ടിരിക്കുന്നത്. ഏത് സീറ്റിന്റെ അടിയിലാണ് ഞാൻ മറന്നുപോയി. തപ്പണ ഇതിന്റെ അടിയിൽ തന്നെ ഉണ്ട്. അതും പുറയിലിരിപ്പുണ്ട് പാത്രം. ബാക്കിലിരിക്കത് അവിടുന്ന് പാത്രം എടുത്തു. ഒരെണ്ണം മതി, 2 എടുക്കണം. ഞാനാണ് എടുത്തോ. ഇത് നമ്മൾ അന്ന് ആ ഫാമില് പോയപ്പോ അവിടുന്ന് മേടിച്ച. ഇവിടെ അവര് തന്നു വിട്ടതാ. നല്ല വെയിലായി രാവിലെ. പക്ഷെ തണലത്ത് നിൽക്കുമ്പോ നല്ല തണുപ്പുണ്ട്. വെയിലത്തൂടെ പോകുമ്പോഴേ വെയിലുള്ളൂ. പൊളിച്ചോ? ഞാൻ പൊളിച്ചോളാം. വണ്ടി എടുത്തോ അതൊക്കെ. ഇപ്പൊ ആ വണ്ടി വന്ന പശുവിനെ തട്ടിയാനെ. പശു വഴിയിലോട്ട് കയറിയതാ. എല്ലാം സ്പീഡ് വരുമായിരുന്നു. ഇവിടെ വഴി മൊത്തം പശു, രാത്രിയിലും പകലും എല്ലാം. ഇഷ്ടം പോലെ പശു ഉണ്ട്. അതെന്താ സാധനം? അതെന്താ? അത് റോഡിൽ കൂടെ മറ്റേ സാധനം. ഓ, എന്നതാ? മ്ലാവോ? മ്ലാവ് അല്ലേ? അതെ, ഈ അപ്പുറത്തോട്ട് ചാടാൻ നോക്കിട്ട് വേലിയില്ലേ 2 സൈഡും. അതാ. എന്താ ജീവി? മാനാണോ? അല്ല, മ്ലാവിന്റെ കുഞ്ഞാണോ? മ്ലാവിന്റെ കുഞ്ഞ. അതാ. അതെ, നീൽഗായ്. ഇങ്ങനെ അതല്ലേ? അതെ, ഞാനും കൊച്ചന്ന് കൊറേ കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നീൽഗായാന്ന് ആയിരിക്കണം. ഒരാള് വെയിലടിക്കാതിരിക്കാനായിട്ട് തുണിയൊക്കെ ഇട്ടു. മാതളം നല്ല ചുമന്ന രക്തം പോലത്തെ കളറ് അല്ലേ? നല്ല കളറുണ്ട്. ഡ്രൈവർ കുറച്ചു നേരം തൻ്റെ ഇരുന്ന് ഓടിച്ച് എൻജോയ് ചെയ്യൂ. പോയി കിടന്നല്ലേ? കിടന്നൊന്നുമില്ല. എനിക്ക് കാലിന് ഞാൻ കുറച്ചു നേരം കാലൊന്ന് നീട്ടി വെക്കാൻ വന്നതാ. ഭയങ്കര കാലുവേന രാവിലെ തൊട്ട്. രാവിലെ അല്ല, ഇന്നലെ തൊട്ട്. എന്തോ പറ്റി. ഷൂ ബൈറ്റ്സ് അല്ല. പക്ഷെ ഷൂവിന് എന്തോ പ്രശ്നം. അത് ഞാൻ തട്ടിയിട്ട് ആ എല്ലിനൊരു വേദന. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കാലം നീട്ടി വെച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഡ്രൈവർ നന്നായിട്ട് നോക്കി ഓടിക്കണം കേട്ടല്ലോ. പുറയിലെ യാത്രക്കാർക്ക് കംഫർട്ടാവുന്ന രീതിയിൽ വേണം ഓടിക്കാൻ. ഇവിടുന്ന് ലെഫ്റ്റ് പൊക്കാൻ നമ്മൾ നേരെ ജോധ്പൂർ. ഈ ട്രെയിലർ റോഡ് കണ്ടോ? എന്താല്ലേ, എത്ര വലുതാ. എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം ഓടിക്കണമെന്നൊരാഗ്രഹമുണ്ട്. എപ്പോഴേലൊക്കെ ഓടിക്കാം. ഒരു ട്രെയിലർ ഉണ്ടല്ലോ അവിടെ. അല്ല, നമ്മുടെ ട്രെയിലറിൽ ഇത് കൂട്ട് ലോഡല്ല കയറ്റുന്നത്. ഇത് വേറെ. ഇത് കൂട്ട് കയറ്റാൻ പറ്റുന്ന കൂട്ട് ഓടിക്കണം. എവിടെയും കാണുമ്പോൾ ആടെ ചോദിച്ചു നോക്കാം, ചേട്ടാ ഒന്ന് ഓടിക്കാൻ തരുമോന്ന്. ഇല്ല, ഇനി വേറെ ലൈസൻസ് വേണം. ട്രെയിലർ ലൈസൻസ്. ലൈസൻസ് വേറെ ഉണ്ട്. ഇതിനും വേറെ ലൈസൻസ് വേണം. ഓക്കെ. ആർമി വണ്ടി പോകുന്നു ഇഷ്ടം പോലെ. പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ആർമി പോണോന്നുള്ളത്. അതെ, ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്കത് ചേച്ചയ്ക്ക്. അതെ, നമുക്കോ പറ്റിയില്ല. ഇനിയിപ്പോ പോകാൻ പറ്റിയല്ലോ. പിള്ളേരേലും വിടാം. അതെ, സാധാരണ മൈൻഡ് സെറ്റ്. അതെ. അയ്യോ, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എന്റെ പിള്ളേരൊക്കെ ഇഷ്ടത്തിന് വിടും. നിന്റെ കല്യാണം കഴിപ്പിച്ചിട്ടല്ലേ? എനിക്ക് കല്യാണം കഴിക്കണമെന്നൊന്നും ഇല്ല. കല്യാണം കഴിച്ചാൽ ഓരോ ദിവസം നമ്മളിങ്ങനെ കറങ്ങി നടക്കാം. ഓരോ ദിവസം രാവിലെ എണീക്കുമ്പം ഓരോ സ്ഥലം, നല്ലൊരു രസമുള്ള പരിപാടിയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ദിവസം പോകുന്നതോ ഒന്നും അറിയില്ല. അതെ, അത് ശരിയാ. ഭയങ്കര പെട്ടെന്ന് ഓരോ ദിവസം പോകുന്നത്. ഇപ്പൊ നമ്മള് ട്രിപ്പ് വന്നിട്ട് തന്നെ കണ്ടില്ല അല്ലേ? എത്ര പെട്ടെന്ന്. 27 ദിവസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്. പക്ഷെ 27 ദിവസത്തിന്റെ ഒരു ഇതില്ല. 2-3 ദിവസമായ ഒരു ഫീലേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ 27 ദിവസമായാലും ഇങ്ങനെ ആലോചിച്ചപ്പോഴാ. ഞാൻ വെക്കേഷൻ വന്ന, വെക്കേഷൻ തീരുന്നേ. ഇനിയിപ്പോ ചെല്ലണം അങ്ങോട്ട്. നിനക്ക് ക്ലാസ് ഉണ്ട്, എനിക്ക് ക്ലാസ് ഇല്ല. അതെ, ചേച്ചിയുടെ കഴിഞ്ഞല്ലോ. നിങ്ങക്ക് എന്തും ആവാമല്ലോ. കഴിഞ്ഞവർക്ക് എൻജോയ് ചെയ്ത് നടക്കാം. ക്ലാസ് ഒക്കെ കഴിഞ്ഞവർക്ക്. ഈ ഒരു സെമ്മോടെ കഴിഞ്ഞാൽ ഞാനും ഫ്രീ ആവും. പിന്നെ ഞാനും കാണും വീട്ടിൽ. പൊന്നിന് ഭയങ്കര കാലിന് വേന കുറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കയറിയിട്ട് പോകാന്ന് വെച്ചു. ഒരെണ്ണം അവിടെ കണ്ട വഴിയിൽ. അപ്പം എന്തായാലും കയറിയിട്ട് പോവാം. ഹോസ്പിറ്റൽ അവധിയാണോ? അല്ല, അബിയ ഡോക്ടർ. എന്നെ പൊന്നു പറയുന്ന ഇതല്ല, അപ്പുറത്തെ വാ. അപ്പൊ അവധിയാന്ന് പറഞ്ഞ ചുട്ടിയാന്ന് പറഞ്ഞ? അല്ല, ഇത് ഡോക്ടറും കണ്ട് ഇവിടെ നിൽക്കുന്ന. ചോദിച്ചു നോക്കട്ടെ. नहीं पता, वो कल तक कोई प्रॉब्लम नहीं था. कल नाइट आकर तो ये
ठीक है अंदर पर्ची बनाओ हाँ मैं चेक करता हूँ OP ടിക്കറ്റ് എടുക്കാനാണോ? ആ ടിക്കറ്റ് എടുത്തിട്ട് നാളെ പൊന്നും ചട്ടി നടക്കുന്നേ. നടക്കാം. ഇത് ബലം കൊടുക്കാൻ പോയി ഈ കാലിന് കുത്ത്. അതാണോ ഡോക്ടർ? അതാ ഡോക്ടർ. ഞാൻ ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞു അതാ ഡോക്ടർ. അപ്പഴാ ഞാൻ ചോദിച്ചത്. അപ്പൊ പുള്ളി അറിഞ്ഞു അകത്തോട്ടിരുന്നോളാൻ പറഞ്ഞു. എന്തായാലും ഇറങ്ങിയപ്പോഴേ വണ്ടിയെന്ന് ഇറങ്ങിയപ്പോഴേ ഡോക്ടറെ കണ്ടു. അതെ, ഡോക്ടറിനെ കൺസൾട്ടേഷനും കഴിഞ്ഞു. ഇത്ര നേരം കുഴപ്പമില്ല, പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴേ വേദന അങ്ങ് സഹിക്കാൻ പറ്റില്ല. സമയം കറക്റ്റ് സമയം ഇറങ്ങിയപ്പോ തന്നെ ഡോക്ടറിനെ കാണാൻ പറ്റിയില്ല. അതെ. അയ്യോ നീര് വെച്ചിട്ടുണ്ട് അവിടെ. അതാ നീര് വെച്ചിട്ട് വേദന അങ്ങ് കൂടുന്നു. പൊക്കത്തോട്ടൊക്കെ താഴെ ആയിരുന്നു, ഉപ്പുറ്റിയുടെ അവിടെ ആയിരുന്നു വേദന. അതിപ്പോ അങ്ങ് കേറി വരുന്നു. കാണിച്ചിട്ട് യാ നമ്മളെ ആദ്യം കൊണ്ടുവന്നെടുത്തടുത്ത് അവധിയല്ലായിരുന്നു. അത് പഴയ ബിൽഡിംഗ് ആയിരുന്നു. ഇതാണ് പുതിയ ബിൽഡിംഗ്. പൊന്നു ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണെന്ന് തോന്നുന്നത്. അല്ല, അത് മരുന്ന് മേടിക്കുന്ന അതുണ്ടോ? മരുന്ന് മേടിക്കുന്ന ദവായി വിതരണ ഇടി ഇവിടെ ആയിരിക്കും. ചോദിച്ചു നോക്ക്, ഹെൽപ്പ് ഡെസ്കോ ആരുടെയും ചോദിച്ചു നോക്കാം. ഇവിടെ ചോദിച്ചു നോക്കി. അവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ തന്നെ ചോദിക്കണം. തിരക്കൊന്ന് പറയട്ടെ. ഡോക്ടറിനെ കണ്ട് മരുന്ന് മേടിച്ചു ഇറങ്ങി. എന്നാ മരുന്നിനൊന്നും പൈസ ഒന്നുമില്ലായിരുന്നു, ഫ്രീ ആയിരുന്നു. കൺസൾട്ടേഷൻ ഫീ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒന്നും ഇല്ലായിരുന്നു. ഗവൺമെന്റാന്ന് തോന്നുന്നല്ലേ? ഗവൺമെന്റിന്റെ തോന്നുന്നു ആയിരിക്കും. കുറഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ പറഞ്ഞു. ഇവക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഇവള് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അതിലായിരുന്നു പെട്ടുപോയത്. എന്നാന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേനെ. ഞാൻ കുറച്ച് പെട്ടു. പക്ഷേ ചിലതൊന്നും മനസ്സിലായില്ല. ചിലതൊന്നും അവർക്ക് മനസ്സിലായില്ല. കാരണം ഇവര് കൂടുതൽ മാർവാടി സ്റ്റൈലാ സംസാരിക്കുന്നത്. അപ്പൊ നമ്മള് ഹിന്ദി വെച്ചത് നടന്നാലും വേറെ പ്രത്യേകിച്ച് അധികം കംപ്ലൈന്റ് ഒന്നും പറയാനില്ലായിരുന്നു. വേദന ഉണ്ട്, നീരുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം അതിനൊരു പെയിൻ റിലീഫിന്റെ ഒരു ഇതൊന്നും ഗുളികയും തന്നു, പിന്നെ ഓയിൻമെന്റും തന്നു. പോവാം. അതെ, ഇനി വണ്ടിയൊക്കെ ഒന്ന് പോട്ടെ. മണലായതുകൊണ്ട് നടക്കാൻ പാടാ, വലിയ പാടാ. ഞാൻ പിടിക്കാം, ഞാനേ ഉള്ളൂ. അതെ അതെ. ഇത് റൈറ്റ് സൈഡിലൊക്കെ ഫുള്ള് ഡെസേർട്ട് വൈബ് കേട്ടോ, മണലാരണ്യങ്ങൾ. ഇവിടെ അപ്പുറത്തും ഉണ്ടല്ലോ, പുറകിലും ക്യാമൽ സഫാരി ഒക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ട് ക്യാമൽ സഫാരി. രാജസ്ഥാൻ മുഴുവൻ ഇപ്പൊ സീസൺ ടൈം വേണ്ടാന്ന് തോന്നുന്നു. ഫുള്ള് എവിടെ നോട്ട് നോക്കിയാലും ക്യാമൽ സഫാരിയും ജീപ്പ് റൈഡും ഇതൊക്കെ തന്നെ. അതെ, ആ കാണുന്ന ഒരു മന്ദിരാന്ന് തോന്നുന്നു കേട്ടോ. ഒരു മന്ദിര പണിയുന്നുള്ളത് അല്ലല്ല, പണി കഴിഞ്ഞ. ഇത് ഇവിടുത്തെ ബസ്സൊക്കെ നിർത്തുന്ന ഏരിയ എന്ന് തോന്നുന്നു. ബസ് സ്റ്റോപ്പൊന്നും സ്റ്റേഷൻ അല്ല. ഇത് ദച്ചു എന്ന് പറഞ്ഞ ടൗണാ. നമുക്ക് ഇവിടെ അങ്ങോട്ട് ജോധ്പൂർ ചെന്നിട്ട് മേടിക്കാമല്ലോ സാധനങ്ങളൊക്കെ. സാധനമൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് മേടിക്കാം. ഇവിടെ മാർക്കറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു, നല്ല തിരക്കുണ്ട്. പശു ഉണ്ട് കാട്ട് റോഡിന് നടുക്ക്. അത് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. നമുക്കേ ഇവിടെ കഴിക്കണോ? വേണ്ടല്ലോ, വേണ്ട, എനിക്കും വലിയ വിശപ്പില്ല ഇപ്പം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എവിടെ നേരം കഴിക്കാം. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും മരങ്ങളാ. മരവും പിന്നെ മുള്ളുചെടി ഇല്ലേ, അതാ കൂടുതലും നിക്കുന്നേ. മുള്ളുചെടി, അത് നല്ല മുള്ള. അയ്യോ, അത് കുത്തിയാളല്ല, തീർന്ന് നല്ല വേദന എടുക്കും. ചേച്ചതേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുന്നുണ്ട്. ഞാൻ ഒരെണ്ണെടുത്ത് വെച്ച്. ഞാൻ വെച്ചത് വേറെ കണ്ണിന് വെയില് കാരണം. എനിക്കും വെയിലടിക്കുന്നുണ്ട്, പക്ഷെ ദേഹത്തിന്റെ അടിക്കുന്നു ഇപ്പം. നേരത്തെ വരെ കുഴപ്പമില്ലായിരുന്നു, മുഖത്തായിരുന്നു. ഇപ്പൊ താഴോട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്നു. ചൂടെടുത്തിട്ടേ ചൂട് വെയിലടിച്ച് ചൂടെടുക്കുന്നില്ലേ? എനിക്കിത് കറക്റ്റ് തണുപ്പാ. വെയില് പോകുമ്പോ ചെറിയ തണുപ്പുണ്ട്, ഇത് കറക്റ്റ് ടെമ്പറേച്ചറാ. അല്ല, എന്റെ ദേഹത്ത് ഇപ്പൊ പൊള്ളുന്നല്ല, എനിക്ക് ചൂട് കറക്റ്റ് എന്റെ ദേഹത്തോട്ട് അടിക്കുന്നേ. അയ്യോ, ഇതുള്ളോണ്ട. അതുള്ളോണ്ട് അവിടെ ഈ സൈഡിൽ നിന്ന് നല്ല അടിക്കുന്നത്, ഫ്രണ്ടിൽ നിന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത്. ചേച്ചി അത് വെച്ചുകൊണ്ട് തണുത്തിരിക്കുന്നു, നമ്മളിവിടെ വെയിലത്ത് ചൂടും കൊണ്ടിരിക്കുന്നു. AC ഇട്ടാ തണുപ്പ് കൂടുതലാ. അതെ, AC ഇല്ലെങ്കിൽ ചൂട് ചെറുതായിട്ട്. അതാ ഇതിടുമ്പോ കറക്റ്റാ. എനിക്കതിട്ടാ കറക്റ്റല്ല. ഇതൊക്കെ ഇവിടുത്തെ ഹോസ്പിറ്റലാന്ന് തോന്നുന്നു. ഹോസ്പിറ്റലാ? ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുണ്ട്. കുറെ ഉണ്ടായിരുന്നു, പുറകിലും കുറെ ഉണ്ടായിരുന്നു. പാലി 153, ജോധ്പൂർ 78, ജയ്പൂർ 418, അജ്മീർ 253. നമുക്ക് പോകേണ്ട എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അതെ, ജോധ്പൂർ നമ്മൾ ഇപ്പൊ തന്നെ എത്തും.
ജോധ്പൂർ ഇപ്പൊ എടുക്കാം പെട്ടെന്നേലും. പിന്നെ കഴിച്ചിട്ടൂടെ പോകുമ്പോ അതിന്റെ ഒരു താമസം അത്രേ ഉള്ളൂ. ഇല്ലേ ചെന്നിട്ട് കഴിച്ചാലോ? ചെന്നിട്ട് കഴിച്ചാലും മതി, ഇപ്പൊ വലിയ വിശപ്പില്ലല്ലോ. 70 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. വേഗം അങ്ങ് ചെന്നാ കഴിക്കാം. ഇപ്പൊ ഉടനെ എത്തും, വഴിയിലൊന്നും ആരും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല, തിരക്കും ഇല്ല. ഇവിടെ എല്ലാം മറ്റേ റെഡ് സാൻഡ്സ്റ്റോണിന്റെ ഏരിയ. പൊറോട്ടൊക്കെ കുറെ ഉണ്ട്. ഇവിടെ ക്രഷർ യൂണിറ്റ് പോലെയൊക്കെ ഉണ്ട്. ഈ ട്രാക്ടറിലൊക്കെ പോകുന്ന റെഡ് സാൻഡ്സ്റ്റോണാ. അപ്പൊ നമ്മള് കുറച്ച് ദിവസമായിട്ട് ഗോൾഡൻ സിറ്റിയിലായിരുന്നു. ഇപ്പൊ നമ്മൾ പോകുന്നത് ബ്ലൂ സിറ്റിയിലോട്ടാണ്. ഗോൾഡൻ സിറ്റിയിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് ബ്ലൂ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണാം. ബ്ലൂ സിറ്റി ആയ ജോധ്പൂർ. യാ, ഇതെല്ലാം റെഡ് സാൻഡ്സ്റ്റോണാ ഇവിടെ ഫുള്ള് അതെ അല്ലേ. അതെ, നല്ല ഹൽവ കഷ്ണം പോലെ മുറിച്ച് വെച്ചേക്കുന്ന കണ്ട നല്ല രസമുണ്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്. ഈ ഏരിയയിൽ കൂടുതലും ഇപ്പം എല്ലാം സാൻഡ്സ്റ്റോൺ. ഇത് ഇവിടെ അതെ, റൈറ്റ് സൈഡിലൊക്കെ അതെ. ഇവിടെ എല്ലാം കട്ട പോലെ ആക്കിയിട്ടേക്കുന്നത്. ഇത് നീളത്തിലാ കുറച്ച് നീളത്തില്. ഈ സൈഡ് മൊത്തം അതെ, അങ്ങ് വരെ അതെ. അങ്ങ് വരെ അതെ. ഈ സ്ഥലം അപ്പുറത്തെ ജംഗ്ഷന്റെ പേരെന്നാ പറയാ, ക്വീൻഡാ. ഓ, ട്രാക്ടറിലൊക്കെ കല്ലിരിക്കുന്നുണ്ടോ? ഇത് അമൃത്സർ ജാംനഗർ എക്സ്പ്രസ് ഹൈവേ. നമ്മളെ കഴിഞ്ഞ ദിവസം വന്ന ഹൈവേ അല്ലേ അത്? നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും ദാബയിൽ കയറി കഴിക്കാം. വിശക്കുന്നുണ്ട്, ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ജോധ്പൂർ ഇനിയുണ്ട് ഒരു 10-30 കിലോമീറ്ററേ ഉള്ളൂ. എന്നാലും കഴിച്ചിട്ട് പോവാം. ദാബ ഉണ്ടെങ്കിൽ ദാബ കയറി കഴിക്കാം. ഓടി കച്ചിവണ്ടി കിടക്കുന്നു. അപ്പുറത്തോട്ടൊക്കെ കട ഉണ്ടെന്ന് തോന്നുന്നു. പുറകില് നല്ലൊരു ദാബ ഉണ്ടായിരുന്നു. അതെ, പക്ഷെ നിർത്താൻ പറ്റിയില്ല. അതെ, അത് കഴിഞ്ഞ തീരുമാനിച്ച കഴിക്കാന്നുള്ളത്. 21 കിലോമീറ്റർ ജോധ്പൂര്. ആ കാണുന്ന മൊത്തം സാൻഡ്സ്റ്റോൺ കട്ട് ചെയ്തെടുക്കുന്നടാ. അടുക്കായിട്ടാ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അല്ലേ? അടുക്കായിട്ടാ. സ്റ്റെപ്പ് പോലെ ഇരിക്കുന്നല്ലേ കട്ട് ചെയ്തിട്ട്. അവിടെ പൊട്ടിക്കുന്നുണ്ട് കല്ല്. കൊള്ളാല്ലേ, നല്ല ഭംഗി. പെട്ടെന്നൊരു പച്ചപ്പ്. ഇത്ര ദിവസം ഇതുപോലെ പച്ചപ്പില്ലായിരുന്നു. നമ്മൾ ആ ജയ്സാൽമേരൊക്കെ മൊത്തം മരുഭൂമി വൈബായിരുന്നു. ഇവിടെ ഇത്തിരി പച്ചപ്പായത്. ജോധ്പൂർ ലെഫ്റ്റ്. ഇപ്പൊ നമ്മൾ ജോധ്പൂർ എത്താറായിരിക്കുന്നു. നമ്മള് ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങുമോ? ജോധ്പൂർ കുറച്ചുകൂടെ ഗ്രീനറി ഉണ്ട്. ജോധ്പൂർ എത്തുന്നതിന് മുന്നേ കഴിക്കണമെന്ന് ഓർത്ത നടന്നില്ല. ഇനിയിപ്പോ ഇവിടുന്ന് തന്നെ കഴിക്കാം. അതായിരുന്നു തോന്നുന്നു യോഗം. അതെ, ആദ്യത്തെ പ്ലാൻ ജോധ്പൂർ പോയി കഴിക്കാന്നുള്ളായിരുന്നു. അത് തന്നെ നടന്നു. പ്രാവ് ഇരിക്കുന്നുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ പ്രാവ് പോലെ. അതെ, വീണ്ടും ജയ്സാൽമീർ എന്നാലും ജോധ്പൂർ എന്നാലും എല്ലായിടത്തും രാജസ്ഥാൻ കയറി പിന്നീട് ഇഷ്ടം പോലെ പ്രാവുണ്ട്. കാക്കേനൊന്നും കണ്ടില്ലല്ലേ? ഇല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ എപ്പോഴും കാക്കയാ. നമ്മള് ജോധ്പൂർ എത്തി. ജോധ്പൂർ ഡെവലപ്മെന്റ് അതോറിറ്റി. നമ്മൾ എങ്ങോട്ടാ ഇപ്പൊ ആദ്യം പോന്നെ? അങ്ങനെ ഒന്നും ആദ്യം കഴിക്കാൻ പോവാ, വിശക്കുന്നുണ്ട്. നല്ല തിരക്കാ ജോധ്പൂർ കേട്ടോ. അതെ, ടൗണിലെല്ലാം അതെ, ഭയങ്കര തിരക്ക്. ഞങ്ങളിവിടെ ഒരു കട കണ്ടുപിടിച്ചു. ഒരാള് ചട്ടി നടക്കുന്നോണ്ട് ഇത്ര നേരം ഇങ്ങനെ ഒരേ ഇതില് കാലിരുന്നിട്ടേ നടക്കാൻ കുറച്ച് പാട്. ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വണ്ടി ഓടിച്ചോ. ഇനിയിപ്പോ ഇവിടെ അധികം ഓടിക്കാനില്ല, നാളെ തൊട്ട് വണ്ടി ഓടിച്ചു. ആലോചിക്കാം. അപ്പൊ വേദന പറഞ്ഞോളൂ. അച്ഛ പറയുന്നല്ലേ, എന്ത് വേദനയാണെങ്കിലും വണ്ടി ഓടിച്ചെല്ലാം മാറും. ഞങ്ങൾ ഈ ട്രിപ്പൊക്കെ പോയി എവിടെയെങ്കിലും പോയി വയ്യാണ്ടൊക്കെ ഇപ്പം അന്ന് വയറുവേനയോ തലവേനയൊക്കെ ആയിട്ടിരിക്കും. അച്ഛ വണ്ടി ഓടിച്ചോ, എല്ലാ വിഷമം അപ്പം തന്നെ മാറിക്കോളൂ എന്ന് പറയും. നമ്മൾ ചെറിയ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ടിങ്ങനെ പോകുന്നു. ഇപ്പം റൂം എവിടെയെങ്കിലും നോക്കണം. ഫോർട്ടിൻ്റെ ഏരിയയിലോട്ടൊക്കെ പോവാണെങ്കിൽ റൂം ഉണ്ടാവുമല്ലോ. അതെ, അപ്പം അങ്ങോട്ട് പോയി നോക്കാം. അതുവഴി പോയി നോക്കാം. നമ്മളൊരു റൂം നോക്കി. എല്ലാം ഇങ്ങനെ ചെറിയ ഗല്ലികളിലാണ് റൂമുകൾ. അതെ, അതുകൊണ്ട് വണ്ടി ഇടാൻ ഭയങ്കര പാടുവാ. നമുക്ക് വല്ല പമ്പിലും പോയി കിടക്കാം. ഞാനതാ ഇങ്ങനെ മനസ്സിലാലോചിച്ചത്. നീ ഇവിടെ നിന്ന് മെയിൻ റോഡിലാണ് ഇറങ്ങണേ. ഇപ്പൊ വലിയ പാടാ, തിരക്കുവാ, എല്ലാം കുഞ്ഞു കുഞ്ഞു വഴിയുവാ. വഴിയിലെത്തി. നീ ഇവിടുന്ന് എങ്ങോട്ട് തിരിഞ്ഞാ എങ്ങോട്ട് പോകും? എവിടെയെങ്കിലും ആദ്യം ഒന്ന് ഒതുക്കി നിർത്ത്, എന്നിട്ട് നമുക്ക് നോക്കാം. അവിടെ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ജോധ്പൂർ ഇത്ര തിരക്കുള്ളടാന്ന് എനിക്കറിയില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാ ജോധ്പൂരില്. നമ്മളൊരു സ്ഥലത്തുനിന്ന് യൂട്ടേൺ എടുക്കാൻ നിൽക്കുന്നത്, ഇവിടുന്ന് എങ്ങനെ യൂട്ടേൺ എടുക്കാം? അതെ,
മൊത്തത്തിൽ ബ്ലോക്കാ. അത് അവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരക്കായിട്ടിരിക്കാം. നമുക്ക് ഔട്ടറിൽ എവിടെയെങ്കിലും പോയി റൂം തപ്പാ കേട്ടോ. നല്ലൊരു തീരുമാനമായിരിക്കും അത്. സിറ്റിയുടെ അടുത്തോട്ട് ഇറങ്ങണ്ട, നടന്നെങ്ങാനും വരാം ഇത് വഴി. ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്ക്. വണ്ടിയൊന്നും എടുത്ത് ഇടാൻ പറ്റില്ല, ഈ സീസൺ ടൈം കൂടെ ആയതുകൊണ്ടാ. ഇതിപ്പോ നമ്മള് വന്ന് ഫോർട്ടിന്റെ അടുത്തെങ്ങാണ്ട് എത്തി. അതെ, അതാണ് ഇത്ര തിരക്ക്. ആ, ഇനി ഇവിടുന്ന് മാറി അപ്പുറത്ത് എങ്ങോട്ടേലും സിറ്റിയുടെ സെന്ററിൽ നിന്ന് മാറി നമുക്ക് കുറച്ച് ഔട്ടർ ഏരിയയിലോട്ട് പോവാം. അതെ, അയ്യോ നേരെ കാണുന്ന കോട്ട അങ്ങ് അകലെ. അഡ്വർടൈസ്മെന്റ് കമ്പനി അത്. നല്ല ബിൽഡിംഗ് അല്ലേ? നല്ല ബിൽഡിങ്. ഇന്നലെ വരെ നമ്മള് മൊത്തം ഗോൾഡ് അല്ലായിരുന്നോ? റെഡ് സാൻഡ്സ്റ്റോൺ. അങ്ങനെ നമ്മൾ തപ്പി ഒരു സൺഷെയ്ഡ് മേടിക്കാണ്ട് കാർ ഡെക്കർ കടയിൽ വന്നിട്ടുണ്ട്. അതെ, അപ്പൊ ഇവിടുന്ന് കാർ ആക്സസറി കടയിൽ നിന്ന് നമുക്കൊരു സൺഷെയ്ഡ് മേടിച്ച് വണ്ടിയെ വെച്ചിട്ട് വല്ല പമ്പിലും കിടന്ന് ഉറങ്ങാം. നല്ലൊരു തീരുമാനമായിരിക്കും. സൺഷെയ്ഡ് കിട്ടി, സൺഷെയ്ഡ് വിറ്റുകൊണ്ടിരിക്കുക. അത് സൈഡിലെല്ലാം വെക്കുന്നതിന് 600 രൂപയും 6 പീസിന് 600 രൂപയും, ബാക്കിലും ഫ്രണ്ടിലും വെക്കുന്നതിന് വേറെ ചാർജ്. നമുക്ക് നാളെ ജോധ്പൂർ നാളെ കറങ്ങാം. എന്നിട്ട് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അതെ, എന്തെങ്കിലും കറി വെക്കാൻ എന്തെങ്കിലും മേടിക്കണോ? കറി വെക്കാനൊന്നും മേടിക്കണമെന്നില്ല. ഐ മീൻ ചെറിയ സംഭവം, ലൈക് ചിക്കനും മീനൊന്നും. മുട്ട വേണം മേടിച്ചോ, മുട്ട വേണമെന്നുണ്ടെങ്കിൽ. അതാകുമ്പോ രാവിലെ പുഴുങ്ങിയാണെങ്കിലും കഴിക്കാം. തക്കാളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊള്ളിക്കാലോ. അതെ, കറക്റ്റ് മനസ്സറിഞ്ഞു. അതെ, തക്കാളി പൊള്ളിക്കാന്ന് വെച്ചാ അപ്പൊ ആലോചിച്ച മുളക് പൊടി ഇല്ല എന്നുള്ളത്. ഉപ്പ് മാത്രമേ ഉള്ളൂ വണ്ടിയല്ലേ? മുളക് പൊടിയൊക്കെ മേടിക്കണം. ഒരു കാര്യം ചെയ്യും, നല്ല സാലഡ് ഉണ്ടാക്കാം, കഞ്ഞിയും വെക്കാം. കുക്കുംബറും ക്യാരറ്റും തക്കാളി ഒരെണ്ണം മേടിക്കാം. സാലഡ് മിക്സ് ആക്കാം. തക്കാളി ഇല്ലേ പഞ്ചസാര ഇട്ടെണ്ണം കഴിക്കാം. അതെ അതെ, പഞ്ചസാര ഇട്ട് കഴിക്കാൻ പഞ്ചസാര ഇല്ല, തക്കാളി വെറുതെ സാലഡിന്റെ കൂടെ കഴിക്കാം. അത് മതി. വേണേ കുറച്ച് നാരങ്ങ മേടിച്ചു, നാരങ്ങ നീര് അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നല്ല. പിന്നെ നിനക്ക് സ്പ്രിംഗ് ഒനിയൻ വേണോ? എനിക്ക് വേണ്ടേ ക്യാരറ്റ്. ക്യാരറ്റ് ചുമന്ന ക്യാരറ്റാ. ഇത് ഞാൻ കഴിക്കല്ല, എനിക്ക് അത്ര താല്പര്യം ഇല്ല. മേടിച്ചോ, വേറൊന്നും ഇല്ലല്ലോ എന്തായാലും. ഇല്ലെങ്കിൽ മറ്റേ ഇതുണ്ട്, മധുരക്കിഴങ്ങുണ്ട്. മധുരക്കിഴങ്ങ് മേടിച്ചാലോ? കുറച്ച് വേണ്ട, എല്ലാം കൂടി ഇന്ന് മേടിക്കണ്ട, പിന്നെ മേടിക്കാം. ഇപ്പൊ എന്തായാലും കഞ്ഞി വെക്കാം. ക്യാരറ്റ് ഒരെണ്ണം മതിയോ? ഒരെണ്ണമൊന്നുമല്ല, 2 തന്നെ എടുത്തിട്ടാ. പിന്നെ ആണേലും 200 ക്യാരറ്റൊക്കെ. എത്രയായി പൊന്നു? 50 രൂപ. ഇരട്ടിയല്ലേ? ഇരട്ടി. നമുക്ക് ഇപ്പൊ ഔട്ടറിലെത്തി. നമ്മള് ഇപ്പൊ ഒരു ധാബ കണ്ടുപിടിച്ചാൽ മതി, അവിടെ വെച്ച് കുക്ക് ചെയ്തിട്ട് നമുക്ക് അത് കഴിഞ്ഞ് ഏതെങ്കിലും പമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് കിടക്കാം. അതെ, സിറ്റിയുടെ ഔട്ടറൊക്കെ വന്ന് ഇവിടെ ഒരു ട്രക്ക് ലേബേ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി. ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം. ഗ്യാസൊക്കെ എവിടെ ഇരിക്കുന്നത്? ഗ്യാസ് അതിൻ്റെ പുറയില്ല. ഇതെല്ലാം എടുത്താൽ സീറ്റിലോട്ട് വെച്ചോ. ഇത് എടുത്തമ്പത്ത് വെച്ചു. വെള്ളം പിന്നെ നിറയ്ക്കായിരിക്കും. അല്ല, വെള്ളം കുടിക്കാനുള്ള എടുത്ത് വെച്ചാലേ ബാക്കി നമുക്ക് അരി കഴുകാനും പാത്രം കഴുകാനൊക്കെ വേണ്ടേ. വെള്ളം ഒരു സൈഡ് ഇരിക്കുന്നത്. ആദ്യം കുറ്റി എടുത്ത് കളിയാക്കാം. കുറ്റി അരി മുന്നിലാകുമ്പോ അരി എടുത്തിട്ട് വരാം. പൊന്നു തണുക്കുന്നുണ്ടോ? ചെറുതായിട്ട് കാറ്റടിക്കുമ്പം, അല്ലാതെ കാറ്റുണ്ട് ഇവിടെ. ഇത് കോട്ടെടുത്തിട്ടോ? കോട്ടെടുത്തിട്ടാലും നല്ലതായിരിക്കും. അരി ഞാനേ 1.5 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. കഴുകണം. ഞാനൊരു കാര്യം ചെയ്യാൻ സമയത്ത് എല്ലാം കൂടെ അരിഞ്ഞാക്കി. അയ്യോ, അതിന് വേറെ പാത്രമാണോ? അല്ലല്ല, പ്ലേറ്റ് ഉണ്ട്. ഞാൻ കരുതി നമ്മള് വേറെ ഒന്നും പാത്രം എടുത്തില്ലെന്ന്. അപ്പൊ ഞാൻ ഓർത്ത് വേറെ പാത്രം ഒന്നും എടുത്തില്ല, ഇത്ര എടുത്തുള്ളൂ. ആകെ അല്ലേലും 3-4 പാത്രമേ ഉള്ളൂ. 2 പ്ലേറ്റും ഒരു സോസ് പാനും, 2 പ്ലേറ്റ്, 2 കപ്പ്, ഒരു ചട്ടി, ഒരു കുഞ്ഞി കുക്കർ. സീറ്റേ ഇവിടെ തന്നെ ഇടാം. എന്നാന്നറിയോ, കാറ്റുണ്ട്. മിക്കവാറും കഞ്ഞി ഇതിന്റെ കീഴെ തന്നെ ഇരുന്ന് വെക്കേണ്ടി വരും. അതെ, അതിനുള്ള എല്ലാ ചാൻസും ഞാനും കാണുന്നുണ്ട്. അപ്പം പോയി തിരിച്ചാകണല്ലോ. ഞാനൊന്ന് തിരിച്ച്
കുക്കർ. കുക്കറിന്റെ വിസിലൊന്നടക്കി. കിട്ടി. ഇനി വെള്ളം നിറയ്ക്കണം, അടുപ്പ വെക്കണം. ഒരു കാര്യം ചെയ്യും, ആ ഇപ്പൊ എടുത്ത വെള്ളം ഇല്ലേ അതങ്ങ് എടുക്കാം. നിറച്ച വെള്ളം എടുത്തോണ്ട് വരാം ഞാൻ. കുക്കറൊക്കെ അമ്മ കഴുകി തുടച്ചു വിട്ട് തന്ന, അതുകൊണ്ട് ഞാൻ കഴുകണ്ടിനി. വെള്ളം എന്തോരം ഒഴിക്കുന്നറിയോ? എനിക്ക് കുക്കറിൽ കഞ്ഞി വെക്കാൻ അറിയത്തില്ല. വീട്ടിൽ അച്ഛമ്മ അടുപ്പ കഞ്ഞി വെക്കുന്നത് ഞാൻ കണ്ടില്ലാണ്ട് കുക്കറിലുള്ള പരിപാടിനെ പറ്റി എനിക്ക് വലിയ അറിയില്ല. മതി. വീട്ടിൽ മറ്റേ അടുപ്പ കഞ്ഞി വെക്കൂലേ കാലത്തിന്റെ അകത്ത്, അതൊക്കെ. ഞാൻ പിന്നെ അവിടെ ചെന്നൈയില് കുക്കറിലായതുകൊണ്ട് കുക്കറിലും മറ്റേ ചട്ടിയിലും ഒക്കെ വെക്കും. ഞാൻ ഗ്യാസ് ഓണാക്കണം, വെള്ളം ചൂടായിട്ടേ ഇടാവുള്ളൂ. ഗ്യാസ് വെച്ചില്ല. എന്താ തപ്പുന്നേ? തിരിച്ചു വെക്കണം. ഓക്കെ. എന്ത് തപ്പുന്ന? എന്താ കറക്റ്റിന് വെക്കാൻ പോയപ്പോ എനിക്ക് കുറ്റി വെച്ചോ? ഇല്ല, കുറ്റി വെച്ചില്ല. കുറ്റി വെക്കണം. ഇത് വെളിയിലെടുത്ത് വെക്ക. ഒന്നെങ്കിൽ ഇതിൻ്റെ പൊക്കത്ത് വെക്കാം, വെളിയിൽ വെച്ചാൽ മതി, നിലത്ത് തന്നെ. എൻ്റെ ചുറ്റും ഇരുന്നാൽ മതി. ഇവിടെ നിന്നല്ലേ കാറ്റ്, ഒരു സൈഡിൽ ഇരുന്നാൽ മതി. ചെയ്ത് ഇവിടെ വെക്കാം. അത് ലോക്കാക്കി കത്തിച്ചോ. അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ആദ്യത്തെ ഫുഡ് വെപ്പ്. അതെ, കഞ്ഞി ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. വെച്ചോ. ഇനി ഇതിൻ്റെ സൈഡിലായാലും ഇരിക്കണം. എന്നേലും കാർഡ്ബോർഡ് പോലെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഈ സൈഡിൽ ഇരുന്നാൽ മതി ചാച്ച. അറിയുമല്ലേ ഇനിയിപ്പം? ഇപ്പം അത് കഴുകി അരിയണം. കഞ്ഞിയിൽ ഇതിടണം. ചൂടൊന്നും ഇല്ലല്ലേ? ഇല്ല. കുറച്ച് വിറക് പെറുക്കി കൊണ്ടുവരാൻ. തീ കായാനൊന്നും പറ്റിയല്ല. ഞാൻ ബാക്കി അരിയാനുള്ള പരിപാടികൾ നോക്കാം. പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. ഇത്ര വലുത് വേണ്ടല്ലോ. വേണ്ട, ക്യാരറ്റ് ഇല്ലായിരുന്നു അവിടെ. ഭയങ്കര എല്ലാം വലിയ ക്യാരറ്റ് ആയിരുന്നു. കുക്കുംബർ തണുപ്പ് തൊട്ടും പറ്റില്ല. അതിലും ഭേദം ക്യാരറ്റ് തന്നെയാ. നമ്മളിത് ഡെയിലി ഇങ്ങനെ തന്നെ ഫുഡ് ചെയ്യിക്കണല്ലേ? അതെ, ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു സംഭവം അല്ല ഈ ട്രിപ്പ്. ഞാനും ചെയ്തില്ല. അവിടെ നിന്ന് ഇറങ്ങുന്നിടം വരെ ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അതെ, ഐ മിസ് മമ്മി. അതെ, അയ്യോ. ഫുഡ് കഴിക്കാൻ എല്ലാരും കൂടെ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഷോക്കായി പോയി. തന്നെ വരുന്ന കുഴപ്പമില്ലായിരുന്നു. ഇത് ഇത്രയും ദിവസം എല്ലാരും കൂടെ നിന്നിട്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കര ഇതായി പോയി. കുഞ്ഞിക്കണ്ണനും ചുറ്റനും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. അതെ, അവരില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. ആദ്യം തന്നെ പോവാന്ന് പ്ലാൻ ചെയ്തപ്പോ ഭയങ്കര ഉല്ലാസം, ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ എല്ലാരും പോയി കഴിഞ്ഞപ്പോ ഒരു സങ്കടം. അതെ, ചാച്ചാ ക്യാരറ്റ് അരിയുന്നു. അത് വെള്ളറ എടുത്തില്ല, നഖം പൊട്ടു. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചറിഞ്ഞോണ്ടിരിക്കുക. ശ്രദ്ധിച്ച് പതുക്കെ അരിഞ്ഞാ മതി. ഫസ്റ്റ് ദിവസത്തിൽ വന്ന്. അതെ, ഒരു ദിവസത്തോടെ വരണ്ടേ? ഒന്നുകൂടെ വേണം. പിന്നെ ആ സമയത്ത് കുറച്ച് ക്യാരറ്റ് കഴിച്ച് റെസ്റ്റ് ചെയ്തു. അതെ, ഞാൻ ഇടയ്ക്ക് ഓരോന്ന് കഴിക്കാൻ തുടങ്ങി. കഞ്ഞി കഴിയുമ്പോഴത്തേക്ക് ക്യാരറ്റ് തീരും. ക്യാരറ്റൊക്കെ കഴിച്ച് തീർത്തു. പിന്നെ കഞ്ഞിയും റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും പമ്പിൽ പോയി ഒതുക്കിയിട്ട് കഴിക്കാം. അപ്പം ലേറ്റായി, 9 മണിയൊക്കെ ആവാറായി. അപ്പോൾ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നമുക്ക് പതുക്കെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. സാധനങ്ങളെല്ലാം തിരിച്ച് കയറ്റി വെച്ചു. ഇനിയിപ്പം ഇതിരിപ്പില്ലേ നമുക്ക്? എന്താ? മറ്റേ അച്ചാറില്ല, അല്ലാണ്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ. ചമ്മന്തി ഉണ്ട്. അച്ചാറില്ലെന്ന് എനിക്ക് തോന്നുന്നത്, തേങ്ങാ ചമ്മന്തിയാ ഉള്ളേ. അച്ചാറില്ലെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അമ്മ പക്ഷെ വിളിച്ചപ്പോ അച്ചാറെന്ന് പറഞ്ഞു. തേങ്ങാ ചമ്മന്തി ഉള്ളതെന്ന് പറഞ്ഞേ. തേങ്ങാ ചമ്മന്തി ഇരിപ്പുണ്ട്. അപ്പം അങ്ങോട്ട് എൻ്റെ കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയും ഇവിടെ കഴിക്കാം. ഇവിടെ ട്രക്ക് ലേബയില് വാഷ്റൂം ഒരെണ്ണം ഉണ്ട്. ദേ ആ കാണുന്ന വാഷ്റൂമാ. പക്ഷെ അതിൻ്റെ അകത്ത് വെള്ളമില്ല.
വെട്ടം ഇല്ല, ഇരുട്ടാ മൊത്തത്തിൽ. ഇരുട്ടാ. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും പമ്പിലോ पम्पले बा क्या हम गाड़ी है तो पार्क पार्क कर सकते हैं? पार्किंग करनी हाँ पार्किंग ये गाड़ी के पास अपनी गाड़ी सेटम वाई गाड़ी के पीछे करना आ गए हाँ ठीक है कल तक ओके है ना बिल्कुल ठीक है धन्यवाद പൊന്നു പമ്പില് നിർത്താൻ പറ്റുമോന്ന് ചോദിക്കാൻ വേണ്ടി യാ പോയതാ. നിർത്തിക്കോളാൻ പറഞ്ഞു അവിടെ അത് അവരുടെ വണ്ടി അപ്പം അതിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ എവിടെയെങ്കിലും ഇട്ട് നിർത്തിക്കോളാൻ പറഞ്ഞു ആ അല്ലേ, എന്നാ മാറ്റി പാർക്ക് ചെയ്തോ മാറ്റി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കഴിച്ചിടന്നുറങ്ങാം. യാ ചച്ച വണ്ടി പാർക്ക് ചെയ്യാൻ വരിക അവരപ്പം അത് തുറന്നുതരാന്ന് പറഞ്ഞു. അപ്പം പമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് രണ്ടുപേരും പറഞ്ഞ് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കണം, സേഫായിട്ടാണ് കിടന്നുറങ്ങുന്നതെന്നുള്ളത്. അതെ അതുകൊണ്ടൊരു ഫോട്ടോ അയച്ചു കൊടുത്തേക്കാം. അതെ, സേഫായിട്ട് ആ കിടന്നുറങ്ങണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പം ഫോട്ടോ അയച്ചു കൊടുക്കാനൊന്നും പറഞ്ഞൊന്നുമില്ല, സേഫായിട്ട് കിടന്നുറങ്ങണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പം അവരുടെ സമാധാനത്തിന് വേണ്ടി നമുക്കൊരു ഫോട്ടോ അയച്ചു കൊടുത്തേക്കാം. യാ ആയി കറക്റ്റ് വെള്ളമായിരുന്നു, ചോറ് പോലെ ആയി. സാധാരണ നമ്മുടെ വണ്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കഞ്ഞി ആറും പൊന്നുവിൻ്റെ കണക്ക് കൂട്ടൽ കറക്റ്റായിരുന്നു. കണ്ടോ ഞാനൊരു കുക്കാണ്. അതെ, ഇവള് സ്ഥിരമായിട്ട് അവിടെ കോളേജിലൊക്കെ ആയതുകൊണ്ട് കുക്ക് ചെയ്ത് ഡെയിലി കഴിക്കുന്നത്. ചോറും കഞ്ഞിയും വെച്ച് കഴിക്കുക. അതെ, ഒരു പ്ലേറ്റിൽ എടുത്താൽ മതി, വെറുതെ 2 പ്ലേറ്റ് കഴുകാൻ നിൽക്കണ്ട. അതെ എനിക്കും മടിയാ 2 പ്ലേറ്റ് കഴുകാൻ. അതെ ചിലപ്പം കുറച്ചുകൂടെ കഞ്ഞി ഉണ്ടാവും, രാവിലെയും കൂടെ കഴിക്കാനുള്ള ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അധികം കഴിക്കുകയല്ല. ചോറും ഉപ്പും ചമ്മന്തിപ്പൊടി. അതെ, ഇതെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ആയതുകൊണ്ട് അതെ കുഴപ്പമില്ല, കഴിച്ചോളും. അതെ. എന്നാ പിന്നെ വണ്ടിയിൽ കയറിക്കോ, വണ്ടി കയറി കഴിക്കാം. ഇതറിക്കട്ടെ. സന്തോഷമായോ? അയ്യാ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റ്. പൊന്നു കുറച്ചു നേരമായിട്ട് വാഷ്റൂം തപ്പിയിരിക്കായിരുന്നു. എന്തായാലും പമ്പി ഭാഗ്യത്തിന് കിട്ടി. സമാധാനം. അതെ, ഞങ്ങൾ വിചാരിച്ചല്ലേ ഇത്ര സെറ്റപ്പിൽ പമ്പിൽ കിടക്കാൻ പറ്റുമെന്നല്ലേ. സത്യം അതെ, ഞാൻ കരുതി മിക്കവാറും ഏതായാലും പമ്പിന്റെ വെളിയിൽ കിടക്കേണ്ടവരെന്ന് ഞാൻ കരുതി. ഇതിന് തിരക്കൊക്കെ ആണേലേ. എന്തായാലും നല്ലൊരു സെറ്റപ്പിൽ കിടക്കാൻ സ്ഥലം കിട്ടി. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ലൈറ്റും ഇതുമെല്ലാം ഉണ്ട്. വെട്ടമുണ്ട്, ആൾക്കാരും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ആൾക്കാരാ. അവരത്ത് മിണ്ടോ പമ്പിൽ അവരോട് ചോദിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഇത്രയും ദിവസം ക്യാരവനിലായിരുന്നു സ്റ്റേ, അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നിപ്പം കാറിലാണ്, ആരുമില്ല, ഞങ്ങൾ രണ്ടും മാത്രം. അതെ, അപ്പം ഞങ്ങൾ ക്യാരവൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അതെ എല്ലാരെയും വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അതെ, അപ്പം ഇനിയിപ്പം നമ്മൾ കിടന്നുറങ്ങാൻ പോവാ. എന്നിട്ട് ഞങ്ങൾ നാളെ രാവിലെ എണീറ്റ് ജോധ്പൂർ കാണാൻ പോകും. യാ ജോധ്പൂർ കാണണം നാളെ. നാളെ എങ്ങനെ പോവും? നാളെ പോവാം, രാവിലെ തീരുമാനിക്കും. അതെ രാവിലെ തീരുമാനിക്കും. ഇതിനു മുന്നേ ഒക്കെ നമ്മൾ പമ്പിൽ വരുമ്പോഴാണെങ്കിലും അച്ഛമ്മയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛമ്മ ഉണ്ടായിരുന്നു. അച്ഛമ്മയുണ്ട്. അച്ഛമ്മ ഇല്ലാണ്ട് ഇന്നവരെ ഞങ്ങൾ അങ്ങനെ ഒന്ന് പമ്പിൽ വന്ന് കിടന്നിട്ടില്ല. ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അതെ, ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നോണ്ട് അവരോട് ആകുമ്പോഴും നമ്മൾ എപ്പോഴും ഇങ്ങനെ പമ്പിലും ദാബയിലാണല്ലോ കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പൊ പിന്നെ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെ. കാലിന് വേദന എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല, കുറച്ച് നടക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് പ്രശ്നം. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, നടക്കാം. എന്നാലും ചെറിയൊരു വേദന ഉണ്ട്. നാളെ ഇഷ്ടം പോലെ നടക്കാനുണ്ട്. നാളെ ആകുമ്പോഴത്തേക്ക് അത് മാറിക്കോളും, നടന്നത് ഓക്കെ ആയിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ചിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ജോധ്പൂരിലെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളായി നമുക്ക് നാളെ വീണ്ടും കാണാം.